Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Gauripriya. Morning. Good morning, Miss. Sahaduna, good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്? സഹദോന, ഏത് ചാപ്റ്റർ ആയിരുന്നു? Unit 6. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് സമ്മറൈസ് എന്ന് പറയാമോ ആ ഒരു സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം? ഒരു സമ്മറി, ഒരു ചെറിയൊരു രീതിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യാമോ മൊത്തമായിട്ട്? മൊത്തം എന്ന് പറഞ്ഞാല് നീട്ടി വിളിച്ചിട്ടല്ല, മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടൊന്ന് പറയാമോ? ഒരു സ്കൂളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത് റൂഫിങ്ങിനെ പറ്റിയാണ്. RC സെന്ററിങ്, പിന്നെ അതുപോലെ ഷീറ്റ് റൂഫിങ്, തച്ചഡ് റൂഫിങ്, ഫ്ലോ, അങ്ങനെ റൂഫിങ്ങിനെ പറ്റിയാണ് ആദ്യം പഠിച്ചത്. RC സെന്ററിങ് എന്ന് പറയണത് കുറച്ചൊക്കെ മറന്നുപോയിട്ടാ. സിമന്റ് വെച്ച റൂഫിംഗ് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓട് മേനത് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓലപ്പേര ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ ടൈല് വെച്ചത് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ് പലതരത്തിലുള്ള ഫ്ലോറിംഗ് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മഡ് വെച്ചിട്ടുള്ള ഫ്ലോറിംഗ് ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ചാണകം വീണ ഫ്ലോറിന് പിള്ളേർക്ക് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാലിലും ഒക്കെ ഇതാകും. അതുപോലെ ഈ ഒരു മോണ്ടിസോറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തറയിൽ ഇരുന്ന് പഠിപ്പിക്കാനാണ് പറയണത് എന്ന് പഠിപ്പിച്ചു. തടി കൊണ്ടുള്ള ഇതായിരിക്കും കൂടുതലായിട്ടും ഒരു മോണ്ടിസോറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വന്നേന്ന് പഠിച്ചു. പിന്നെ ബ്ലാക്ക് ബോർഡ് എന്താന്ന് പഠിച്ചു. ഏത് രീതിയിലൊക്കെ ഉള്ള ബോർഡുകളാണ് ഉള്ളതെന്ന് പഠിച്ചു. വാൾമേഡ് ബോർഡ് ഉണ്ട്, വാൾ ഫിക്സഡ് ബോർഡ് ഉണ്ട്, സ്റ്റാൻഡ് ബോർഡ് ഉണ്ട്, റോളിംഗ് ബോർഡ് ഉണ്ട്, സ്ക്രീൻ ബോർഡ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബോർഡുകളെ പറ്റി നമ്മൾ പഠിച്ചു. എന്താണ് അതിന്റെ യൂസസ് എന്ന് പഠിച്ചു. പിന്നെ യൂണിഫോമിനെ പറ്റി പഠിച്ചു. എങ്ങനെയായിരിക്കണം ഒരു സ്കൂളിന്റെ യൂണിഫോം വരേണ്ടതെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ജപ്പാനീസ് ആക്ടിവിറ്റി പഠിച്ചു. കേൾക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരാളോട് സമ്മറൈസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ സഹദൂന. ഓക്കെ, അപ്പൊ നമ്മൾ അറേഞ്ച്മെന്റ്സും കൂടെ വരുന്നുണ്ട് മാം. എന്താണ്? സീറ്റ് അറേഞ്ച്മെന്റ്സും കൂടെ വരുന്നുണ്ട് ആ പോർഷനിൽ. സീറ്റ് അറേഞ്ച്മെന്റ്സ്, ഓക്കെ ഓക്കെ, അത് വിട്ടുപോയി. സീറ്റ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. അത് 4 രീതിയിലാണ് സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്. എന്താണ് ദിവ്യ? ഒരു മിനിറ്റ് ജീന, എന്താണ് ദിവ്യ പറഞ്ഞത്? എത്രാമത്തെ പേജാ? ഇതിപ്പോ ഞാൻ പുതിയ ചാപ്റ്റർ ആണെന്ന് എടുക്കുന്നേ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. യൂണിറ്റ് 6 ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ. പുതിയ ചാപ്റ്റർ യൂണിറ്റ് 7 ആണ്, പാർട്ട് 4 യൂണിറ്റ് 7. ഓക്കെ, ദിവ്യക്ക് മനസ്സിലായോ? ഓക്കെ, ജീന പറഞ്ഞോളൂ. സീറ്റ് അറേഞ്ച്മെന്റ്സും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അത് 4 രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. ഹൈറ്റ് ഓർഡറിൽ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അറ്റൻഡൻസ് ഓർഡറിൽ ആൻഡ് റാങ്കിങ് മെത്തേഡ് ഓർഡറിൽ. ഇതിൽ റാങ്കിങ് മെത്തേഡ് ഓർഡർ അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബാക്കി 3 മെത്തേഡും ആണ് സാധാരണ എല്ലാ സ്കൂളുകളിലും യൂസ് ചെയ്യാറുള്ളത്. അതും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകാം. യൂണിറ്റ് 7 പാർട്ട് 4ലെ എന്താ പറയാ,
എനിക്ക് ഇനി എടുക്കാനുള്ള ചാപ്റ്റർ ആണ് ഇത് ലാസ്റ്റത്തെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി പാർട്ട് 4 മറ്റ് അബർണംസ് മറ്റ് 3 ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞല്ല. ഇതാണ് ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പോ പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് അതാണ് ചാപ്റ്ററിന്റെ ഹെഡിങ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ആ ഒരു ഫുൾ പേജ് ഒന്ന് റീഡ് ചെയ്യാം, മൈൻഡിൽ റീഡ് ചെയ്യാം, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അശ്വതിക്ക് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? മിസ്സിനെ കാണാൻ വയ്യ. കാണാൻ മിസ്സിനെ കാണാൻ എന്നെ കാണുന്നില്ല? ഇല്ല. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് വീണ്ടും റീജോയിൻ ചെയ്ത് നോക്കി. വന്നു ഇപ്പൊ വരാം. ആ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ M.T. റാംജി. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക്. ഓക്കെ, അതിനകത്ത് അദ്ദേഹം മൂല്യങ്ങള് അഥവാ വാല്യൂ നീഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്.
സ്കൂളില് ചില വാല്യൂസ് നടപ്പിലാക്കേണ്ടതുണ്ട് കുട്ടികളില്. അതിനെ കുറിച്ചിട്ടാണ് ഈ ബുക്കില് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാലോ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂസ് എന്താണ് സഹോദരന വാല്യൂസ്? വാല്യൂസ് എന്ന് പറയുമ്പോ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസും അതുപോലെ സ്പോർട്സും അങ്ങനെ കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കല്. ഓക്കെ. അതായത് കുട്ടികളിലെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വിദ്യാർത്ഥികൾക്കിടയില് മൂല്യങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കുറേയധികം പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കണം എന്നാണ് പറയുന്നത്. സ്കൂൾ തലത്തിൽ വെച്ചിട്ട് കുറേയധികം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. കുട്ടികളുടെ ടാലന്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ് വാല്യൂസിലൂടെ വികസിപ്പിക്കേണ്ടതാണെന്ന് കൂടി അദ്ദേഹം ഈ ഒരു ബുക്കില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും എന്താണ് കുട്ടികളുടെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും പലതരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കുകയും വേണം എന്നാണ് അദ്ദേഹത്തിന്റെ വാല്യൂ ഓറിയന്റഡ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബുക്കില് പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളില് കുട്ടികളില് അവരുടെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംഘടിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യം വരുന്നതാണ് കമ്മ്യൂണിറ്റി പ്രയർ എന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി പ്രയർ എന്താണ്? അതായത് സമൂഹ പ്രാർത്ഥനകള്. നമുക്കറിയാലോ സ്കൂളിലൊക്കെ ആവുമ്പോൾ പ്രേയേഴ്സ് ഉണ്ടാവും അല്ലെ, നമ്മളിപ്പോ ഇവിടെയും ചെയ്യാറുണ്ട് പ്രേയറുകള്. അപ്പൊ ഇത്തരം പ്രേയറുകള് നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. സ്കൂളില് കുട്ടികൾക്കിടയിൽ സമൂഹ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഇത്തരത്തില് ഈ ഒരു സമൂഹ പ്രാർത്ഥനകളൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടികൾ അത് ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ആവേശമുണ്ടാക്കുകയും കുട്ടികള് എന്താ പറയാ ഒരു തീക്ഷ്ണ മനോഭാവമുള്ളവരായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള പ്രേയേഴ്സ് ചൊല്ലാം. വളരെയധികം ഇൻഫ്ലുവൻസ് ചില പ്രേയറുകൾ ഇപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോ ദേശീയ ഗാനം, ദേശീയ ഗീതം, വന്ദേ മാതരം, ജനഗണമന ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ വരും അല്ലെ? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവാറുണ്ടോ അത്? വന്ദേ മാതരം ഒക്കെ കേട്ട് കഴിയുമ്പോ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? നല്ലൊരു അഭിമാനം, ഈ രോമാഞ്ചൊക്കെ ഉണ്ടാവും. ഒരു രോമാഞ്ചം അല്ലെ? നമ്മുടെ ബോഡിയിലെ ശരീരത്തിനുള്ളിൽ, അതായത് കയ്യിലെയും കാലിലൊക്കെ രോമമൊക്കെ എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോ അത്തരത്തില് ഉള്ള പ്രയറുകൾ നമുക്ക് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഊർജ്ജം ഉണ്ടാകും, അതുപോലെ ഉത്സാഹം ഉണ്ടാകും, തീക്ഷ്ണ മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതൊക്കെ അതിന് സഹായിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ പ്രയർ ചൊല്ലാം. അതായത് ലോകത്ത് എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പല പ്രാർത്ഥനകളുമുണ്ട്. അതൊക്കെ നമുക്ക് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നും പണ്ടത്തെ എന്താ പറയാ, ഇപ്പൊ രാമായണ, മഹാഭാരതം, അതുപോലെ തന്നെ കുറേയധികം ഗ്രന്ഥങ്ങൾ ഉണ്ട് നമുക്ക്. അപ്പൊ അതിൽ നിന്ന് വളരെയധികം ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രയർ നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് വഴി കുട്ടികളുടെ ഉത്സാഹവും തീക്ഷ്ണ മനോഭാവവും ഇതൊക്കെ എന്താണ് ഉണരുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ടും സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സമൂഹ പ്രാർത്ഥനകൾ, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രേയറുകള് ഇതൊക്കെ എന്ത് ചെയ്യണം, സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ ചെയ്യിപ്പിക്കണം എന്നാണ് കമ്മ്യൂണിറ്റി പ്രേയർ എന്നിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോകാം, ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ്. ഓക്കെ, അതായത് പരിസര ശുചിത്വം അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ഊന്നി പറയാവുന്നതാണ്. കുട്ടികളത് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെയായിരിക്കണം നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നമ്മുടെ പരിസരം എങ്ങനെയായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം, ഇത്തരത്തില് ലൈഫിൽ ഫോളോ ചെയ്യാനായിട്ട് കുട്ടികളെ നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്കൂളിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഹെൽത്ത് കോർണർ എന്ത് ചെയ്യാം, നമുക്ക് രൂപീകരിക്കാവുന്നതാണ്. ഈ ഹെൽത്ത് കോർണറിലൂടെ കുട്ടികൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, നമ്മൾ എങ്ങനെ പരിസരം നമുക്ക്
ശുചിത്വമായിട്ട് കൊണ്ടുപോവാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ചർച്ച ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ തനിയെ തന്നെ അവരുടെ ബെഡ്റൂംസ് എങ്ങനെ ക്ലീൻ ചെയ്യണം, അവിടെയുള്ള ഫർണിച്ചറുകൾ എങ്ങനെ വൃത്തിയാക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, എവിടെയാണ് കെപ്റ്റ് ചെയ്യേണ്ടത്, അതിനൊരു സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉപയോഗിക്കുന്നത്, അത് ഏത് സ്ഥലത്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് ഈ ഹെൽത്ത് കോർണറിലൂടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ചാർട്ട് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു ഹെൽത്ത് ചാർട്ട് ആദ്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു മീൽ പ്ലാനിന്റെ ഓർമ്മയില്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ അതിനെ കുറിച്ച് അവയർനെസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ക്ലീനുമായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ആവശ്യകത. ഈ ഹെൽത്ത് ചാർട്ടൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് കുട്ടികൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട ആവശ്യകത, അതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യകതയ്ക്ക് കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത്തരത്തില് സ്കൂളിന്റെ നേതൃത്വത്തില് ഒരു ഹെൽത്ത് കോർണർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് പുറമേ അല്ലാതെ കമ്മ്യൂണിറ്റി പ്രെയറിലും ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാവുന്നതാണ് കേട്ടോ. എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. മാം എന്താ മനസ്സിലായില്ല? കമ്മ്യൂണിറ്റി പ്രയർ പറഞ്ഞു, ദെൻ ഹെൽത്ത് ആൻഡ് ക്ലീൻനെസ് പ്രോഗ്രാംസ് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഇതിനകത്ത് പറയാത്ത പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇതിനെ പറ്റിയിട്ട്. കുട്ടികൾക്ക് സെമിനാർ അവതരിപ്പിക്കാം. ഈ ഹെൽത്തിനെ പറ്റി നമുക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെമിനാർ അവതരിപ്പിച്ച് കൊടുക്കാം. സെമിനാറുകൾ അവതരിപ്പിക്കാം, കോമ്പറ്റീഷൻസ് വെക്കാം. അത് ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണോ? ഈ ശുചിത്വം, ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഒരു പ്രൊജക്ടർ കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് ഹെൽത്ത് ഇല്ലാത്ത കുട്ടികളെ, ഹെൽത്ത് ഉള്ളവരെ, അതുപോലെ തന്നെ രോഗങ്ങൾ വന്നവരെ എങ്ങനെയാണ്, ശുചിത്വം പാലിക്കുന്നവരെങ്ങനെയാണ്, അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുക അല്ലെ. പിന്നെ ത്രോ ആക്ഷൻ സോങ്ങിലൂടെ, സ്റ്റോറീസിലൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കാവുന്നതാണ്. കമന്റ് ഇട്ടതാണ് കേട്ടോ, ഇവിടെ ഗൗരിപ്രിയ കമന്റ് ഇട്ടതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പോസ്റ്ററുകളിലൂടെ നമുക്ക് അവയർനെസ് കൊടുക്കാവുന്നതാണ്. എങ്ങനെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ നമ്മളെ സെൽഫ് കെയർ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ പോസ്റ്റേഴ്സിലൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. നിങ്ങൾക്ക് അസൈൻമെന്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? മാൻ ആൻഡ് എൻവയോൺമെന്റ്, പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു, ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. പൊല്യൂഷൻ അല്ലേ? ഓക്കെ. പോസ്റ്റർ തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കോ? നിങ്ങളെ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്റെ ചാപ്റ്റർ അല്ല, എന്നിരുന്നാൽ ഞാൻ അത് എടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അവർ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ജൂൺ 5 അല്ലെ, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ പല പോസ്റ്ററും തയ്യാറാക്കാറുണ്ട്. അപ്പോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. വേൾഡ് എൻവയോൺമെന്റൽ ഡേയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ചെയ്യാം. ഓക്കെ. പിക്ചേഴ്സ് ആഡ് ചെയ്യാം,
പല തീമും അതിനകത്ത് കൊണ്ടുവരാം. ഭൂമിയെ സംരക്ഷിക്കാനുള്ളത്, പിന്നെ മരങ്ങളെ വെട്ടിമാറ്റരുത്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇത് ചെയ്യാം, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാരും റെഡിയാണോ ചെയ്യാനായിട്ട്? നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. കാരണം സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ എന്താണ് ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ഇടോ? ക്വസ്റ്റ്യൻ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പോ ഇത് ഹെൽപ്ഫുൾ ആവും. മാം ഒരിത് കാണിച്ചോട്ടെ? തയ്യാറാക്കിയതാണോ? അല്ല, ഇതുണ്ടോ എൻവിറോൺമെന്റ് ഡേനെ പറ്റി മെഡിസിന്റെ ക്ലാസ്സിൽ ഈ പോസ്റ്റർ പോലെ തന്നെ തയ്യാറാക്കിയതാ ഇത്. തയ്യാറാക്കിയിട്ടുണ്ട്. അതെ, കണ്ടോ, എൻവിറോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കണേ. എന്നിട്ട് ഇത് എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതേപോലെ എഴുതിയിട്ടുണ്ട്, കണ്ടോ, പോസ്റ്റർ പോലെ തയ്യാറാക്കിയിട്ടുണ്ട് ഓൾറെഡി ചാർട്ടയില്. തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ല. അപ്പൊ വേണ്ട, ചെയ്തിട്ടില്ല. ടോപ്പിക് ഇടാം. ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യുക, വേറെ ചെയ്യുന്ന കൊണ്ടുവരാം കേട്ടോ. സാധാരണ നോട്ട് ചെയ്ത്. അപ്പോ ഞാൻ എന്തായാലും ടോപ്പിക് ഇടാം. വളരെ ചെറിയ രീതിയിൽ, സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, ചെറിയ രീതിയിൽ കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കിയാൽ മതി. എന്താ A4 പേപ്പറില് മതി. A4 ഷീറ്റിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്യും. മാം ഇത് സബ്മിറ്റ് ചെയ്യണോ? സബ്മിറ്റ് ചെയ്യണം. ഞാൻ ടോപ്പിക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നോക്കി നിങ്ങൾ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, SUPW. SUPW is an integral part of the new school curriculum. Active involvement of pupils will include the values such as dignity of labor, cooperation and mutual help. അതായത് SUPW എന്ന് പറയുന്നത് സ്കൂൾ കരിക്കുലത്തിന്റെ, അതായത് പുതിയ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് കുട്ടികൾക്ക് എന്താ പറയാ, കുട്ടികൾ തമ്മിൽ പരസ്പരം സഹകരണത്തോടെയും മ്യൂച്വൽ ഹെൽപ്പോടു കൂടിയും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കിയിട്ടുള്ള ഒരു ന്യൂ പ്രോഗ്രാമാണ് SUPW എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വേണം, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. നോട്ടൊക്കെ കയ്യിലുണ്ടല്ലോ? പറഞ്ഞോട്ടെ, SUPW കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. SUPW ഫുൾ ഫോം ആണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. ഓക്കെ, സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് ഈസ് എ ടീച്ചിങ് മെത്തേഡ്. that integrates integrates practical activities and real world WORLD, real world experiences into the
curriculum. Experiences into the curriculum. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. SUPW is a teaching method that integrates practical activities and real world experiences into the curriculum. Okay, ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാം. It aims to help. It aims to help students develop skills and character. Develop skills and character while contributing to society. While contributing to society. എഴുതിയോ? It aims to help the students develop skills and character while contributing to society. Then ഇതിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി താഴെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക. ഫസ്റ്റ് പോയിന്റ്, helps students understand the needs of society. Helps students understand the needs of society. And അടുത്ത പോയിന്റ്, help students, helps students develop creative and practical skills. Develop creative and practical skills. Then മൂന്നാമത്തെ point, helps students learn to work in peace. Helps students learn to work in teams. Learn to Work in teams. In teams. TEAMS. Then അടുത്ത point, മാം ടീംസ് എന്ന് വെച്ചെന്താ? അതായത് ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കുട്ടികൾ ഇത് കൂടെ ടീയല്ല, ഞാൻ ടീംസ് എഴുതിച്ചു. ടീം ഇട്ടോ, ടീമാണ് ടീം. ഓക്കെ, അടുത്ത പോയിന്റ്, ഹെൽപ്സ് സ്റ്റുഡൻസ്. എല്ലാത്തിലും ഹെൽപ്പ് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഹെൽപ്പ് സ്റ്റുഡൻസ് develop a sense of social responsibility. Develop a sense of social responsibility. Then at the last point, helps
students develop self-confidence? Develop. Develop self-confidence. ഇനി അടുത്തത് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് SUPW ആക്ടിവിറ്റീസ് ആണ്. SUPW ആക്ടിവിറ്റീസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഇത് SUPW ആക്ടിവിറ്റീസ് ആണെന്ന് കേട്ടോ. എഴുതുക എക്സാമ്പിൾസ് ഓഫ് SUPW ആക്ടിവിറ്റീസ്. First one, paper folding and crafts. Craft, ട്ടോ. Paper folding and craft. Then രണ്ടാമത്തേത് ഗാർഡനിങ് ആണ്. രണ്ടാമത്തേത് ഗാർഡനിങ്. മൂന്നാമത്തേത് ക്ലേ വർക്ക് ആണ്. ക്ലേ വർക്ക്. നാലാമത്തേത് ബുക്ക് ബൈൻഡിങ്. ബുക്ക് ബൈൻഡ് ചെയ്യുന്നത്. ബുക്ക് ബൈൻഡിങ്. അഞ്ചാമത്തേത് കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അഞ്ചാമത്തേത് കമ്മ്യൂണിറ്റി സർവീസ് ആണ്. ആറാമത്തേത് ഹെൽപ്പിംഗ് ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സിനെ സഹായിക്കുന്നത്. ഹെൽപ്പിംഗ് ക്ലാസ്മേറ്റ്സ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? SUPW ആക്ടിവിറ്റീസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇത് കൂടുതലായിട്ട് എന്താ ഈ കമ്മ്യൂണിറ്റി സർവീസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാല് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പലതരത്തിലുള്ള സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് സേവന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ പോയിന്റിലോട്ട് നമുക്ക് പോവാം. സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്. ഓക്കെ, in the course of teaching subjects like social studies, language and science, the teacher should emphasize ideas regarding values such as unity of religion, national integration, scientific temper and citizenship. അതായത് ചില ടീച്ചിങ് സബ്ജക്റ്റുകൾ ഉണ്ട്. എന്താണ്? സോഷ്യൽ സ്റ്റഡീസ് പോലുള്ളവ, ലാംഗ്വേജ്, സയൻസ്, ഇത്തരം വിഷയങ്ങൾ ക്ലാസ് റൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പല വാല്യൂസും അതിലൂടെ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ സ്റ്റഡീസ് നമ്മൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സോഷ്യൽ സ്റ്റഡീസിന്റെ ചാപ്റ്ററിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പണ്ടത്തെ സമരങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ. അതായത് പണ്ട് കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നടന്നിട്ടുള്ള സമരങ്ങൾ, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് അറിവ് കിട്ടുന്നത്? ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള കാര്യം, നമ്മുടെ ഈ ജീവിതത്തിന് പിന്നിൽ ഒത്തിരി പേരുടെ പ്രയത്നം ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, അഫ്നാഷാൽ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പലരും രക്തസാക്ഷികളായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കുറേയധികം കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. രാജ്യത്തിലൂടെ നമുക്കൊരു കടപ്പാടുണ്ടാവും അല്ലെ. അതിനെയാണ് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, ദേശീയോദ്ഗ്രഥനം. നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറുണ്ടാവുക, നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളില് നമ്മൾ അഭിമാനിക്കുക. ദാറ്റ് ഈസ് നാഷണൽ ഇന്റഗ്രേഷൻ.
ഓക്കെ, ദേശീയോദ്ഗ്രഥനം എന്നാണ് അതിനെ പറയാ കേട്ടോ മലയാളത്തില്. അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നതിലൂടെ, നമ്മൾ ചെറിയ ക്ലാസ്സില് സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുമ്പോൾ, ഒരു 5ാം ക്ലാസ് തൊട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ സമരങ്ങൾ നടന്നു, ആരൊക്കെയാണ് സമരങ്ങൾ നയിച്ചത്, ഗാന്ധിജിയുടെ റോൾ എന്താണ്, അതുപോലെ തന്നെ മറ്റ് പല സ്വാതന്ത്ര്യ സമര സേനാനികളും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തത്, എത്രയോ പേര് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തു. ഇപ്പോ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ് 1921. അതിനോടനുബന്ധിച്ച് വാഗൺ ട്രാജഡി ഉണ്ടായി. കുറെ 72 പേരോളം ആളുകള് ആ ഒരു ഗുഡ്സ് വാഗണിൽ ശ്വാസം മുട്ടി മരിക്കുകയുണ്ടായി. ഇതൊക്കെ എന്താണ്, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ഒരു അഭിമാനം തോന്നും, അല്ലെ? കുറേയധികം ആളുകൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ് നാഷണൽ ഇന്റഗ്രേഷൻ. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ദെൻ റിലീജിയൻ, യൂണിറ്റി ഓഫ് റിലീജിയൻ, അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അല്ലെ? എങ്ങനെയാണ് യൂണിറ്റി ഓഫ് റിലീജിയനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മൾ അതും പഠിക്കുന്നതാണ്. ചെറിയ ക്ലാസ്സിലെ തന്നെ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടായി വരുന്നതാണ് അല്ലെ? എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് പറയാമോ ആർക്കെങ്കിലും? റിലീജിയന്റെ യൂണിറ്റിയെ കുറിച്ച് ഒന്ന് നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ റിലീജിയൻ എന്താണ്, നമ്മുടെ ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെ മതങ്ങളാണ്, ഏതൊക്കെ ആചാരങ്ങളാണ്, ഏതൊക്കെ ഭാഷകളാണ്, ഏതൊക്കെ നാടുകളാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതെ, ജിനി പറഞ്ഞത് ശരിയാണ്. നമ്മള് പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒന്നാണ്, ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. നമുക്ക് പല റിലീജിയൻസ് ഉണ്ട് ഇന്ത്യയിൽ അല്ലെ? ഇത്രയും അധികം റിലീജിയനുള്ള ഒരു കൺട്രി വേറെ എവിടെയും കാണില്ല. പല യൂണിറ്റി ആൻഡ് ഡ്യുവേഴ്സിറ്റി ആണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ? പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്, കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ട്, റിലീജിയനിലെ മാറ്റങ്ങളുണ്ട്, കൾച്ചർ സിസ്റ്റം, ഇതിനകത്തൊക്കെ എന്താണ് കസ്റ്റമുകള്, ഇതിനകത്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരൊറ്റ പേരുള്ളൂ നമുക്ക്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് അല്ലെ? ഇത്രയൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയനിൽ നമ്മൾ വന്നിരുന്നാലും ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ നമ്മൾ ഫോളോ ചെയ്താലും നമ്മൾ പറയുന്ന ഒരു വാക്കാണ് വി ആർ ഇന്ത്യൻസ്, നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള വാക്ക് അല്ലെ? അപ്പോ ആ ഒരു ഇതില് മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക, കൾച്ചറിൽ റിലീജിയനിൽ മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോ മലയാളികൾ വേറെയാണ്, മറാത്തികൾ വേറെയാണ്, ഗുജറാത്തികൾ വേറെയാണ്, ഇവരൊക്കെ വേറെ വേറെയാണ് ആചാരങ്ങളും കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒറ്റ ഇതില് നമ്മൾ ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ ഓൾ ആർ ഇന്ത്യൻസ് എന്നാ പറയാ. അപ്പൊ ആ ഒരു യൂണിറ്റി നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? നമ്മുടെ രാജ്യത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി ചെറുപ്പത്തിലേ തുടങ്ങി പഠിച്ച് വരുന്നുണ്ട്. ദെൻ അടുത്താണെന്ന് സയന്റിഫിക് ടെമ്പർ. പലതരത്തിലുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ പര്യവേഷണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അല്ലെ? പല രീതിയിൽ APJ അബ്ദുൽ കലാം പോലുള്ള വ്യക്തി, അതുപോലെ തന്നെ പലതരം വിക്രം സാരാഭായ്, ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ധാരാളം സയന്റിഫിക് ആയിട്ടുള്ള ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ? രാമൻ എഫക്റ്റ് അല്ലെ? CV രാമന്റെ രാമൻ എഫക്റ്റ്, അവരൊക്കെ എന്താണ് ധാരാളം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പല ആളുകളും, എനിക്ക് തോന്നുന്നത് ഞാൻ MT ഏറ്റവും കൂടുതൽ കോട്ടൻസ് കേൾക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയാണ്. അദ്ദേഹത്തിന്റെയാണ് കോട്ട് എപ്പോഴും കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുകൂടാതെ അദ്ദേഹം ആരായിരുന്നു? ശാസ്ത്രജ്ഞനായിരുന്നു അല്ലെ? അപ്പൊ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഇതൊക്കെ കുട്ടികളിൽ കൂടുതലും പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നമ്മുടെ ഇത്തരം സബ്ജക്റ്റുകളിലൂടെ, സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിലൂടെയാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ദെൻ സിറ്റിസൺഷിപ്പ്, പൗരത്വം, അതായത് നമ്മൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ പ്രിയാമ്പിളൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരന്റെ അവകാശങ്ങൾ, ഇത്ര അവകാശങ്ങളുണ്ട്, 11 അവകാശങ്ങളുണ്ട് അല്ലെ? ഒരു എന്തൊക്കെയാണ് അവകാശങ്ങൾ എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയുണ്ട്, നമ്മൾ എന്തിൽ നിന്നൊക്കെ സംരക്ഷണമുണ്ട്, കോടതി അല്ലെങ്കിൽ ഭരണഘടന ഇതിൽ നിന്നൊക്കെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഓരോ സിറ്റിസണിനും നൽകുന്നുണ്ട്, ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കൂടി ചെയ്യുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഓക്കെ,
ഇത്തരം കാര്യങ്ങളിലൂടെ സ്പെഷ്യൽ ക്ലാസ് റൂം ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കുന്നതിലൂടെ ധാരാളം നമ്മുടെ എന്താ പറയാ നാഷണൽ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സയൻസ് ടെമ്പർ അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് റിലിജിയൻ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, സെക്കൻഡ് പേജ് നിങ്ങൾ വായിച്ചില്ലല്ലോ? വായിച്ചായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല വായിച്ചില്ല മിസ്. ആ, ഫിഫ്ത്ത് തുടങ്ങി ഒന്ന് വായിക്കുക കേട്ടോ. ഈ ഒരു പേജും കൂടി മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ തീരും. ആ ഒരു 1 പേജ് ഒന്ന് വായിക്കുക. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ കൾച്ചറൽ ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് പറയുന്നത് ഗൗരിപ്രിയ? എന്തൊക്കെ കാര്യങ്ങളാ മനസ്സിലായേ? നമ്മുടെ കലാപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് തെളിയിക്കാനാണ് പരിപാടി. സ്പോർട്സ് ആയാലും ആനിമേഷനിലൂടെയും ഗെയിംസിലൂടെയും എല്ലാം നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവ് തെളിയിക്കാൻ പറ്റുന്നതാണ്. ഉള്ളോ? എന്താണ് അനുഗ്രഹ? അനുഗ്രഹ PV എളുപ്പമല്ലേ?
അനുഗ്രഹില്ലേ ഇവിടെ? ആ ഉണ്ട് മിസ്സേ. ആ, എന്താണ് മനസ്സിലായത്? 5ാമത്തെ പോയിന്റ്. നമ്മള് കൾച്ചറൽ ആൻഡ് അത് നമ്മള് ഒരുപാട് ആനിവേഴ്സറി പ്രോഗ്രാംസ്, സ്പോർട്സ്, അതുപോലെ തന്നെ കൾച്ചറൽ ഫെസ്റ്റിവൽസ്, പിന്നെ അതുപോലെ ആർട്ട് എക്സിബിഷൻസ്, അങ്ങനെയുള്ള ഇതുകളിൽ കൂടെ നമ്മുടെ എന്താ പറയാ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ. അതുപോലെ തന്നെ മ്യൂസിക്കൽ പെർഫോമൻസ്, അതൊക്കെ അതൊക്കെ ചെയ്യണം അല്ലെ? അപ്പൊ കുട്ടികളുടെ എന്താ പറയാ അവരുടെ ടാലന്റ്, അവരുടെ ആർട്ടിസ്റ്റിക് ടാലന്റ്, സ്കിൽസ് അതൊക്കെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ ചില കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഒന്നാണ് സ്കൂൾ ആനിവേഴ്സറീസും സ്പോർട്സ് ഡേയും ഒക്കെ. ഓക്കെ, രണ്ടാമത്തേതാണ് കൾച്ചറൽ ഫെസ്റ്റിവൽസ് ആണ്. കൾച്ചറൽ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർട്ട് എക്സിബിഷൻ, പിന്നെ മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്ററസി ഡിസ്പ്ലേസ് ഇതൊക്കെ വരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ അതായിട്ടുള്ള ടാലന്റുകൾ ഉണ്ടെങ്കിൽ, അവരുടേതായിട്ടുള്ള സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹോബീസിനെ മുൻനിർത്തി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഗെയിംസ് വരും, സ്പോർട്സ് വരും, ഡ്രാമ, ഫോക്ക് ഡാൻസ്, റെസിറ്റേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഒരു യൂണിറ്റി, ആളുകൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ തന്നെ പരസ്പര സഹകരണ മനോഭാവം ഉണ്ടാവുകയും അതുപോലെ തന്നെ മതസഹിഷ്ണുത, അതായത് എല്ലാവരും ഒന്നാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള സ്കൂളുകളുമായിട്ടൊക്കെ ചേർന്നിട്ട് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്നതും ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നെക്സ്റ്റ്, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. ആരാണ് പറയാ? ജീന ഒന്ന് പറഞ്ഞ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം എന്താണ്? ജീനു. യെസ് മാം. സ്കൂൾ അസംബ്ലി, റെഗുലർ ആയിട്ട് സ്കൂൾ അസംബ്ലി, അതുപോലെ നാഷണൽ ഫ്ലാഗ് ഡേ ഒക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ദേശീയഗാനം ചൊല്ലാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് കുട്ടികളെ എപ്പോഴും നമ്മൾ ഇതിലുണ്ടാവും. സ്കൂളുകളിലാണെങ്കിലും ഒരു ഗ്രൂപ്പ് എപ്പോഴും അസംബ്ലിയിൽ ഇതാകാനും, ഡെയിലി പ്രയറിന്, അതുപോലെ നാഷണൽ ഡേ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ ലോക്കൽ ആൻഡ് നാഷണൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് കുട്ടികളിൽ എങ്ങനെയാണ്, അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ഒരു റിപ്പബ്ലിക് ഡേ, അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനും രീതിയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനൊപ്പം ചെയ്യിപ്പിക്കുക. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പിന്നെ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ഒക്കെ അവരെ കൊണ്ട് കണ്ടക്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക. സോഷ്യൽ സർവീസ് ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ഇതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സിറ്റിസൺഷിപ്പ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം, അതായത് അവർക്ക് എന്താ പറയാ, പൗരത്വ ബോധത്തെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ്, വാല്യൂസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഒന്നാണ് പൗരത്വം, അല്ലെ? ഞാൻ ഇന്ത്യൻ പൗരനാണ് എന്നുള്ളൊരു രീതിയിൽ അവർക്കൊരു അവയർനെസ് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് സ്കൂൾ അസംബ്ലികൾ റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. സ്കൂൾ അസംബ്ലിയില് നമ്മൾ എന്താ പറയാ പ്രേയേഴ്സ് ചൊല്ലും, അതുപോലെ തന്നെ ദേശീയ ഗീതം, ദേശീയ ഗാനം ഇവയൊക്കെ നമ്മൾ ആലപിക്കുന്നതാണ്. നാഷണൽ അന്തം, അതിനെ കുറിച്ചുള്ള പ്രാധാന്യം, പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതിൽ നിന്നെടുത്തിട്ടുള്ള അതായത് ഇതിൽ അസംബ്ലിയിൽ നമ്മൾ ആ ഒരു വാചകങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചൊല്ലുന്നതാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴും കുട്ടികൾക്ക് കൂടുതൽ നമ്മുടെ രാജ്യത്തെ കുറിച്ചും പൗരബോധത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതലുള്ള അവയർനെസ് ഉണ്ടാവുന്നതാണ്. നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നതിലൂടെ, നാഷണൽ അന്തം പാടുന്നതിലൂടെയൊക്കെ ഇത് കുട്ടിക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മോക്ക് പാർലമെന്റുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നാഷണൽ പ്രോബ്ലംസിനെ ബേസ് ചെയ്തുകൊണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട്
മോക്ക് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അതായത് അവിടെ ഡിബേറ്റ്സുകൾ ഉണ്ടാകും, പരസ്പരം ചർച്ചകൾ ഉണ്ടാകും അല്ലെ. ഇപ്പൊ പ്രതിപക്ഷം ഉണ്ടാകും, അതുപോലെ തന്നെ ഭരണപക്ഷം ഉണ്ടാകും. ഇവർക്ക് രണ്ടും പറയാനുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുക. അപ്പൊ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്ത് പരസ്പരം ആർഗ്യുമെന്റ് ഒക്കെ നടത്തിയിട്ടാണ് ഒരു നിയമം പാസ്സാകുന്നതും അത് നടപ്പിലാക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ തന്നെ കുട്ടികളെ കൊണ്ട് സ്കൂളുകളിൽ ചെയ്യിപ്പിക്കുക, ഒരു ഭാഗത്തെ ഭരണപക്ഷമായും ഒരു ഭാഗത്തെ പ്രതിപക്ഷമായിട്ടൊക്കെ മാറ്റി നിർത്തിയിട്ട് രണ്ടുപേരും തമ്മിൽ ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഈ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ളതും അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകാനുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഹംപിയിലൊക്കെ പോകുന്നുണ്ട്, ഇപ്പൊ കുട്ടികളെ കൊണ്ട് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണിക്കാനായിട്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഹിൽ പാലസ്, നമ്മുടെ എറണാകുളത്തുള്ളതാണ് ഹിൽ പാലസ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ധാരാളം പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള വാല്യൂസ് വിളിച്ചോതുന്ന ചില സ്മാരകങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഇതാണ് അതിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അവർക്ക് അവയർനെസ് കിട്ടുകയും ചെയ്യുകയുമാണ് ഉണ്ടാവുക. നാലാമത്തേത് നാഷണൽ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുക, റിപ്പബ്ലിക് ഡേ പോലുള്ള, ഇൻഡിപെൻഡൻസ് ഡേ പോലുള്ള, വേൾഡ് എൻവയോൺമെന്റ് ഡേ പോലുള്ള ദിവസങ്ങൾ ആഘോഷിക്കുക. കുട്ടികളെ ഈ സമയത്ത് വീട്ടിലിരുത്താതെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട്, ചിലപ്പോ അന്ന് ഹോളിഡേ ആണല്ലോ, സ്കൂൾ ഉണ്ടാവില്ല, വർക്കിംഗ് ഡേ അല്ലായിരിക്കും, പക്ഷെ എല്ലാ സ്കൂളുകളും ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ പോലുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, സ്കൂൾ ഓപ്പൺ ചെയ്യാറുണ്ട്, പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അത്തരം പരിപാടികളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ക്ലബ്ബുകൾ, പലതരത്തിലുള്ള ക്ലബ്ബുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ബാലസഭ പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ. സെവൻത് വൺ പറയുന്നത് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ആണ്. ചില സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ഉണ്ട്, അതിനകത്ത് കുട്ടികളെ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിൽ ഒന്നാണ് ഓർഗനൈസേഷൻ ഓഫ് ലിറ്ററസി ക്യാമ്പസ് ഇൻ റൂറൽ ഏരിയാസ്, സ്ലം ഏരിയാസ്. അതായത് ചേരിപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ലിറ്ററസി ക്യാമ്പ്, അതായത് സാക്ഷരതയുമായി ബന്ധപ്പെട്ട തീരെ ചേരിപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെ കുറവായിരിക്കുള്ളൂ. അപ്പൊ അവർക്ക് കൂടുതൽ അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഇതിനകത്ത് വരുന്നതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് റെന്റേഷൻ വോളണ്ടറി സർവീസസ് ഡ്യൂറിങ് ലോക്കൽ ഫെസ്റ്റിവൽസ്. അതായത് പ്രാദേശികമായിട്ടുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുമ്പോൾ സന്നദ്ധ സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾക്ക് വെള്ളം കൊടുക്കുക, സംഭാരം കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫെസ്റ്റിവൽസുമായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത്. ദെൻ മൂന്നാമത്തേത് എൻവയോൺമെന്റൽ ഹൈജീനെ കുറിച്ചൊരു ക്യാമ്പ് സംഘടിപ്പിക്കാം. കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യാം, പരിസ്ഥിതിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ക്യാമ്പ് സംഘടിപ്പിച്ച് ധാരാളം അവയർനെസ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കൂള്, അതായത് ചെറു റോഡുകൾ സ്ഥാപിക്കുക, അതുപോലെ വൈറ്റ് വാഷ് ചെയ്യുക, ഗാർഡനിങ് ചെയ്യുക, ഇത്തരം രീതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ സൂപ്പർവിഷൻ കൊടുത്തിട്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഡൗറി, അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈവിളുകൾ, തിന്മകളൊക്കെ എന്താണ്, ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈസിയാണ്, നമുക്ക് വായിച്ചാലും മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളിൽ കൂടുതൽ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായി? ഓക്കെ. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ, 2 പേജേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വാല്യൂസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന എന്താണ്,
വാല്യൂസുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ എങ്ങനെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അത്തരത്തിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ മിസ്, ഈ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ച് എന്നിട്ട് അടുത്തുള്ള ഓരോ വീട്ടില് ചെന്നിട്ട് അവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങളോട് പരിശോധിക്കാൻ പറഞ്ഞ് പിന്നെ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഈ കൊതുകൊക്കെ പെരുകണതിനെ പറ്റി അങ്ങനെയൊക്കെ നമ്മളുടെ അടുത്ത് പറയാനൊക്കെ പറഞ്ഞ്. പിന്നെ അത് കൂടാതെ നമുക്ക് പുറത്ത് ഒരു അംഗൻവാടി പോയിട്ട് അവിടെ ഈ ക്ലോറിൻ ഇല്ലേ, ക്ലോറിൻ കലക്കി വെള്ളം ശുദ്ധീകരിക്കണതിനെ പറ്റി പറഞ്ഞു. അത് വേറെ ക്ലാസ്, ഇത് വേറെ അല്ലെ, അത് വേറെ ഇത് വേറെ ആദ്യം ചെയ്തത്. എന്നിട്ട് ഞങ്ങള് വീട്ടിലൊക്കെ കയറി ഈ വെള്ളം കെട്ടിക്കിടക്കണ്ടോന്നൊക്കെ നോക്കി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങള് കാലും കൊണ്ട് തട്ടിക്കളഞ്ഞ് അവിടെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ആരെങ്കിലും തോട്ട് ഓഫ് ദ ഡേ ഉണ്ടോ? പ്രയർ പറയാനായിട്ട് മറന്നുപോയി. യെസ് മാം, ഞാൻ തോട്ട് ഓഫ് ദ ഡേ ചെയ്യാം. എഴുതി വെച്ചത് എവിടെയാന്ന് കാണി. Today's thought from the words of Dr. Sarvepalli Radhakrishnan. The teacher's task is not just to impart knowledge, but inspire, to guide, and to create an atmosphere of learning. Thank you. Okay. Very good. Okay, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ എന്നാ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Okay, thank you, ma'am. Have a nice day.